ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി കേരള ടു ലഡാക്ക് യാത്രയുടെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ വളരെ ഒരു ആഗ്രഹം കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെയുള്ള ഒരു ബൈക്ക് യാത്ര, ഏതൊരു ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഡ്രീം യാത്ര തന്നെയാണ്. അപ്പോൾ അതിനുള്ള കേരള ടു ലഡാക്ക് യാത്രയ്ക്ക് വേണ്ട സാധനങ്ങൾ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ എൻ്റെ ലഗേജിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾ, എൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് ലഡാക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പായിരിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ടു ലഡാക്ക് യാത്രയുടെ ലഗേജ് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ബാഗിൽ കരുതേണ്ടത്, യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതൊരു റൈഡിങ് ജാക്കറ്റാണ്. റൈഡിങ് ജാക്കറ്റ് നമ്മൾ അത്ര വലിയ റേറ്റുള്ളൊന്നും അല്ല വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രാവലിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് ഒരു റൈഡിങ് ജാക്കറ്റ്. അപ്പോൾ ഒരു റൈഡിങ് ജാക്കറ്റ്. പിന്നെ ഇത് അത്യാവശ്യം തണുപ്പൊക്കെ, ഒരു ജാക്കറ്റ് വേറെയാണ്, തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കട്ടിയുള്ള ജാക്കറ്റ് വേറെ. പിന്നെ ഇത് മൊബൈലിൻ്റെയും ക്യാമറയുടെയും ആക്സസറീസുകൾ, ഇങ്ങനെ ഗാഡ്ജറ്റുകൾ, ബാറ്ററി, പവർ ബാങ്ക്, അങ്ങനെ സ്റ്റിക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, USB, അങ്ങനെ മൊബൈലിൻ്റെയും ക്യാമറയുടെയും കുറച്ച് സാധനങ്ങളാണിത്. ഓക്കെ, പിന്നെ ഇതൊരു വയറുള്ള ഹെഡ്സെറ്റ്. ഞാൻ വയറില്ലാത്ത ഹെഡ്സെറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും ബൈക്ക് യാത്രയ്ക്കൊക്കെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കാനൊക്കെ ഇങ്ങനത്തെ വയറുള്ള ഹെഡ്സെറ്റാണ് ബെറ്റർ. പിന്നെ ചാർജിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതൊരു എമർജൻസി ലൈറ്റാണ്. ഇത് സോളാറിൻ്റെ ആണ് ലൈറ്റ്. സോളാറിന് ചാർജിങ് ആവുന്ന ഒരു സോളാർ ലൈറ്റാണിത്. പിന്നെ വേറെ ഒരു ലൈറ്റും ചെറിയൊരു ടോർച്ചും അതിൻ്റെ ചാർജിങ് കേബിളൊക്കെയാണത്. ഓക്കെ, പിന്നെ ചെറിയൊരു നോട്ട് ബുക്ക്, ഒരു പേന, അത് ജസ്റ്റ് ഞാൻ ഇതൊന്ന് കരുതിയെന്നുള്ളൂ. ഓക്കെ, പിന്നെ തണുപ്പ് ഇതൊക്കെയുള്ള നമ്മുടെ മഫ്ലർ, ക്യാപ്പ്, സോക്സ്, ഗ്ലൗസ്, പിന്നെ ഒരു തെർമലാണിത്, പാൻറ്റും ടീഷർട്ടും, അങ്ങനെ ഒരു തെർമൽ ക്ലോത്താണിത്. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു ബാഗ്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കരുതാൻ വേണ്ടി ഒരു ഹാൻഡ് ബാഗ് പോലെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കരുതാനുള്ള ഒരു ബാഗ്. ഓക്കെ, പിന്നെ ഇത് സോക്സ് ഇതിൽ പെട്ടതാണ്. പിന്നെ കുറച്ച് കൂളിംഗ് ഗ്ലാസ്സുകളാണ്. ഇത് നൈറ്റ് നമുക്ക് ഉപയോഗിക്കുന്ന ഗ്ലാസ്. നൈറ്റ് ഞാൻ അധികം ബൈക്ക് ഡ്രൈവ് ചെയ്യേണ്ടതാണ് ഉദ്ദേശിക്കുന്നത്. വല്ലാതെ വൈകാതെ എവിടെയെങ്കിലും രാത്രി തങ്ങണം. അപ്പോൾ ഇത് നൈറ്റ് യൂസ് ചെയ്യുന്ന ഗ്ലാസ്, അല്ലാതെയുള്ള കൂളിംഗ് ഗ്ലാസ്സുകൾ. പിന്നെ ഇതൊരു ഗ്ലൗസാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൗസാണ്, കുറച്ച് കട്ടിയുള്ള ഒരു റൈഡിങ് ഗ്ലൗസാണിത്. ഓക്കെ, ഇതൊരു എയർ പമ്പാണ്. ബൈക്കിന് ടയറിന് എയർ അടിക്കാനുള്ള, നമ്മുടെ ബൈക്കിൽ നിന്നും കണക്ഷൻ കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി വന്നാൽ ഞാനൊരു കരുതി. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിന് 850 രൂപയാണ് ഈ ഒരു പമ്പിന് കേട്ടോ. എല്ലാ വണ്ടികൾക്കും ഇത് എയർ അടിക്കാൻ പറ്റും. അത് ഏകദേശം ഓൺലൈനിലുണ്ട്, 850 രൂപയാണ്. പിന്നെ ഒരു ഷൂ. ഈ ഒരു ഷൂ ഇവിടുന്ന് ഇട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അല്ലാതുള്ളൊരു നല്ലൊരു കട്ടിയുള്ളൊരു ചെരുപ്പുണ്ട്, നല്ലൊരു ഗ്രിപ്പുള്ള ഒരു ചെരുപ്പുണ്ട്. പിന്നെ ലഗേജൊക്കെ കെട്ടാൻ പറ്റിയ ഒരു കയറുകൾ. പിന്നെ ഇത് സർജിക്കൽ ഗ്ലൗസാണ്. സർജിക്കൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഗ്ലൗസ് ഇടാവുന്നതാണ്. അവിടെ എത്തിയാൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനും കുറച്ചൊരു ഇതിനൊക്കെ ഇതിട്ടിട്ട് ഇതിടാവുന്നതാണ്. പിന്നെ ഹെൽമെറ്റ് ഇടുമ്പോൾ ഉള്ളിൽ തലയിലിടാവുന്ന ഒരു റിബൺ, പിന്നെ ബ്രഷ്, ഷേവിങ് സെറ്റ്, അങ്ങനെ ചെറിയ കത്രിക, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കേരള ടു ലഡാക്ക് യാത്രയിൽ ലഡാക്കിൽ നമുക്കൊരു ആവശ്യം വന്നേക്കാവുന്ന ഒരു സാധനം. ഇത് ഓക്സിജനാണ്. ഇത് ഓക്സിജൻ ക്യാനാണിത്. ഇതിലൊരു ഓക്സിജൻ ക്യാനുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും അവിടെ എത്തിയാൽ നമുക്കറിയാം, ചിലർക്കെങ്കിലും അറിയാം, ലഡാക്കിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ശ്വാസതടസ്സം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നമുക്കിത് ഇതാണല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു മാസ്ക് ഉണ്ട്. അത് മുഖത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെ ഓക്സിജൻ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയ ആശ്വാസം കിട്ടും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു പോർട്ടബിൾ ഓക്സിജൻ ക്യാനാണിത്. ഓക്കെ, പിന്നെ ഇതൊരു മെഴുകുതിരി, ജസ്റ്റ് ഒന്ന് കരുതിയതാണ്. പിന്നെ ഇത് ബാൻഡേഡ്, റിബൺ, കാൽമുട്ടിനൊക്കെ ഇടാവുന്ന അങ്ങനത്തെ ഒരു റിബൺ, അങ്ങനെ ഒരു ടൈപ്പാണ്. പിന്നെ ഇത്
നമ്മുടെ ചെയിൻ അടിക്കാനുള്ള ലൂബ്, ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ ഇത് റെയിൻ കോട്ടും പിന്നെ ബൈക്കും മൂടാനുള്ള ഇതാണത്, കവറാണത്. പക്ഷേ അത് ഈ ലഗേജൊക്കെ വെച്ചാൽ പിന്നെ അത് ഇടാൻ പറ്റും തോന്നില്ല, അത് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഇത് ഗ്യാസ്, കുക്കിംഗ് ഗ്യാസാണ്. ഇത് കുക്കിംഗ് സ്റ്റൗവ്, കുക്കിംഗ് ഗ്യാസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ആവശ്യങ്ങൾക്കുള്ള സംഭവമാണ് അതൊക്കെ. അല്ല, ഇവിടെ കുറച്ച് റൈസ്, ആ ഒരു കവറിൽ ഓട്സ്, അവിൽ, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകളാണ് കുറച്ച് അതിൽ. പിന്നെ കുക്ക് ചെയ്യാനുള്ള കുറച്ച് പാത്രങ്ങൾ, പിന്നെ മുളക് പൊടി, അങ്ങനെയുള്ള ഓയിൽ, കുറച്ച് പൊടികൾ ഐറ്റംസുകൾ, അതൊക്കെ തന്നെ. പിന്നെ ഒരു അച്ചാറുണ്ട്, ഒരു അച്ചാറിൻ്റെ ബോട്ടിലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കുക്കിംഗ് സംഭവങ്ങൾ. പിന്നെ ഇത് മെഡിസിൻസാണ്, നമ്മുടെ ഫസ്റ്റ് എയ്ഡ്, ഓയിൽമെൻറ്റ്, മുറിവ് കെട്ടാനുള്ള തുണി, അങ്ങനെയുള്ള സാധനങ്ങൾ, മൂവ്, പിന്നെ പനിയുടെ ഗുളിക, ഛർദി, ലൂസ് മോഷൻ, പിന്നെ ഒരു കഫ് സിറപ്പ്, വിക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു മെഡിസിൻ കിറ്റാണിത്. പിന്നെ ഇത് സ്കിൻ കെയർ ആണ്. സ്കിന്ന് അവിടെ എത്തിയതിന് നമുക്ക് ചൂടാണെങ്കിൽ അങ്ങനെയുള്ള സൺസ്ക്രീന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെയൊക്കെ. ഇത് മൊബൈൽ ഹോൾഡറാണ്. ഓൾറെഡി ഒന്ന് എൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഹോൾഡർ. ഞാൻ ബൈക്കിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഉള്ള ടൈപ്പാണ്. അതാകുമ്പോൾ വെള്ളമൊന്നും ഉള്ളിൽ കിടക്കില്ല. ഇത് പ്ലെയിനാണ്. ഇനി അത് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഇത് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. ഇത് കുറച്ച് ടിഷ്യൂ ആണ്. ഇതൊരു ഫ്ലാസ്ക്, നമ്മൾ ചായ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ളതിൽ ഒഴിച്ച് വയ്ക്കുക ചെയ്യുക. പിന്നെ എപ്പോഴും ചായ ഉണ്ടാക്കണം അങ്ങനെ ഒരാൾക്കായിട്ട് ഉണ്ടാക്കണ്ടേ, സോളോ ട്രിപ്പാണ്. അപ്പോൾ ഒരു അത്യാവശ്യം കരുതാനുള്ള ചെറിയൊരു ഫ്ലാസ്ക്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വേറെ. ഈ ഒരു ക്യാൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലഡാക്ക് യാത്രയിൽ പെട്രോൾ കിട്ടാത്ത ഏരിയ ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ക്യാനിൽ പെട്രോൾ കരുതി വയ്ക്കാനാണ് ഈ ഒരു ക്യാന്. പിന്നെ ഇവിടെ ഉള്ള ഇതൊരു റൈഡിങ് ഫ്ലാഗാണ്, ബൈക്കിന് കിട്ടുന്ന ഫ്ലാഗില്ലേ, ആ ഒരു ഫ്ലാഗാണ്. ഇത് സൈക്കിൾ ലോക്ക്. നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ ഓൾറെഡി ലോക്ക് ഉണ്ട്, പക്ഷേ നമ്മളൊരു വെറുതെ ഒന്നും കൂടി ഒരു കരുതലിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ടയറുമ്പോൾ ലോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് അത്യാവശ്യം ഒരു സേഫ്റ്റി ആവശ്യങ്ങൾക്ക്, നായോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യഘട്ടങ്ങളോ ഇത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കാണ്. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീശിയാൽ അതിങ്ങനെ നീളും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ളൊരു സ്റ്റിക്കാണത്. ജസ്റ്റ് ഇവിടെ കിട്ടാൻ. ഓക്കെ, അത് ചെറുതായി. അപ്പോൾ അതങ്ങനെ ഒരു സ്റ്റിക്ക്. പിന്നെ ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്. ഇത് ഞാൻ മുമ്പ് തഞ്ചാവൂർ പോയപ്പോൾ അവിടുന്ന് ടെൻ്റ് അടിച്ചിപ്പോൾ രാത്രി നായ്ക്കൾ ടെൻറ്റിന് ചുറ്റുപാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സാധനമാണിത്. നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ, നായ്ക്കളോ അങ്ങനെയുള്ള അപകടമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നായ്ക്കൾ ഓടിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ച് റബ്ബർ ബാൻഡുകളാണ്. അത് ഞാൻ ഇങ്ങനെ കരുതിയെന്നുള്ളൂ. ഇത് വണ്ടിയുടെ ഒരു ചെറിയൊരു സാധനമാണ്. അതിൻ്റെ സൈഡിലൊരു ഹോൾഡർ ഉണ്ട്. അത് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കരുതിയാണ്. വെബ്സൈറ്റിൻ്റെ ബൈക്കിൻ്റെ സൈഡിലുണ്ട് ഒരു ഹോൾഡറായി. കംപ്ലയിൻറ്റ് അധികം വരാറില്ല. ഇനി അധികം വന്നാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഹോൾഡർ അത് കരുതിയതാണ്. പിന്നെ ഇത് ബൈക്കിൻ്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വന്നാൽ ഉപയോഗിക്കാവുന്ന അത്യാവശ്യം ടൂൾസാണ്. പിന്നെ ഇത് വേസ്റ്റ് തുണി. ഇത് കുറച്ച് വയറ്, നമ്മൾ ബൈക്കിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും വയറിങ് ആവശ്യങ്ങൾ വേണ്ടി വന്നാൽ, വയർ ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വയർ കരുതി വെച്ചു. ഇത് ഞാനൊരു എക്സ്ട്രാ കീ കരുതിയതാണ്. ഓൾറെഡി ഒരു കീ ഉണ്ട്. ഇനി എന്തെങ്കിലും കീ പൊട്ടുകയാലും മിസ്സാവുകയൊക്കെ ചെയ്താൽ എക്സ്ട്രാ ബൈക്കിൻ്റെ ഒരു കീ ആണ് ഈ കരുതിയിരിക്കുന്നത്. പിന്നെ ഇത് ബൈക്കിൻ്റെ ഓയിലാണ്, നമ്മുടെ വേസ്റ്റ് ചെയ്യുന്ന എൻജിൻ ഓയിൽ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് കരുതി വെച്ചതാണ്. എന്തെങ്കിലും കരകര സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ സ്മൂത്ത് ആവാനൊക്കെ വേണ്ടിയിട്ടൊന്ന് വന്നാൽ കുറച്ചൊരു ഓയിൽ ഒരു കുപ്പിയിൽ കരുതിയത്. ചുമയുടെ മരുന്നിൻ്റെ കുപ്പിയിലാണ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചുമയുടെ മരുന്നാണെന്ന് വിചാരിച്ച് കുടിക്കാതിരുന്നാൽ മതി. ഇനി അത്യാവശ്യം ലഗേജ് കെട്ടാനും ചില്ലറ ആവശ്യങ്ങൾക്കായിട്ട് കയറ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ. പിന്നെ ചെറിയ സ്റ്റീൽ ബേഡിൻ്റെ ഒരു നോർമൽ ക്വാളിറ്റിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെൽമെറ്റ്. പിന്നെ ബൈക്കിൻ്റെ പ്രൂഫുകളാണിത്, ഒറിജിനലും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകളും, ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, RC ബുക്ക്, അങ്ങനെ അതേപോലെ നമ്മുടെ ആധാർ, ID കാർഡ്, അതിൻ്റെയൊക്കെ ഒറിജിനലും അതിൻ്റെയൊക്കെ
ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളാണ്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ കുറച്ച് കൂടുതൽ കരുതണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ലഡാക്കിൽ ഒരുപാട് ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ പെർമിറ്റ് എടുക്കാൻ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പെർമിറ്റ് എടുക്കാൻ നമുക്ക് അവിടെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കരുതണം. ഓക്കെ. പിന്നെ ഈ ക്യാൻ ഞാൻ പറഞ്ഞാണല്ലോ അല്ലേ, ഈ ചെറിയ ക്യാനെന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം കുക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ക്യാന്, മറ്റേത് പെട്രോളിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ നേരത്തെ. ഓക്കെ. ഇത് മെയിനായിട്ട് വലിയൊരു ബാഗാണ്. ഈ ബാഗിലാണ് കൂടുതൽ സാധനങ്ങൾ വയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രസ്സുകൾ, പുതപ്പ്, 2-3 ജോഡി പാൻറ്റ്, 2 ജോഡി ടീഷർട്ട്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ, പിന്നെ ഒരു ബെഡ്ഷീറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ഡ്രസ്സുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് ഇത് ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ അത് പഴയത് സ്പെയർ ആയിട്ട് കരുതിയാണ്. ഇത് മാറ്റാറായിട്ടില്ല, കുറച്ചും കൂടി ഓടും. അപ്പോൾ മറ്റേൽ പുതിയത് ഇട്ടിട്ട് മറ്റേ ഞാൻ സ്പെയർ കരുതിയതാണ്. കാരണം വണ്ടിയുടെ കണ്ടീഷനും ബെറ്റർ ആയിരിക്കണം. നമ്മൾ ബുള്ളറ്റിലേ പോകും, വലിയ ലക്ഷങ്ങൾ വിലയുള്ള ഹിമാലയനിലേ പോകും, അങ്ങനെയൊന്നും വാശി പിടിക്കട്ടെ ഇങ്ങനെ ഒരു യാത്രയ്ക്ക്. നമ്മളുടെ വണ്ടി ഏതാണോ അത് അത്യാവശ്യം നമുക്കൊരു അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയായിട്ട് പോവാം. വണ്ടി പിന്നെ പെർഫെക്റ്റ് ആയിരിക്കണം, കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, ടയറ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. അപ്പോൾ ഇതത് ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും മാറ്റിയപ്പോൾ പഴയത് സ്പെയർ ആയിട്ട് ഞാൻ ബാഗിൽ കരുതിയാണ്. ഇതൊരു വാട്ടർ ബാഗാണ്. ഇത് ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം യൂസ് ചെയ്യണം, കുടിക്കാനുള്ള വെള്ളം കരുതുന്ന ബാഗാണ്. ഇത് ഷോൾഡർ ഇടും, ഈ പൈപ്പ് ഇങ്ങനെ ജസ്റ്റിൻ്റെ അവിടെ ഉണ്ടാകും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ നമുക്ക് വെള്ളം കുടിക്കാം. മറ്റേ നമ്മൾ ദാഹിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കണത് ഈ ബൈക്ക് യാത്ര ചെയ്യണവർക്ക് അത് അത്ര ഏൽക്കില്ല. കാരണം നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കാറ്റടിച്ചിട്ടും വെയിൽ കൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആകും ബോഡി. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റൈഡിങ് സമയത്ത് ഇങ്ങനെ ഒരു ഡീഹൈഡ്രേഷൻ ബാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ വെള്ളം 3 ലിറ്റർ വരെ ഇതിൽ വെള്ളം കരുതാൻ പറ്റും. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഓക്കെ. പിന്നെ കേരള ടു ലഡാക്കിൻ്റെ ബൈക്കിൽ വയ്ക്കാനുള്ള ഒരു ബോർഡാണ് ഇത്. ഞാൻ കുറച്ചായി 1-2 ആഴ്ച മുന്നേ സെറ്റ് ചെയ്തതാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബഡ്ജറ്റ് വലിയ കയ്യിലുണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും നൈറ്റൊക്കെ ഉറങ്ങാൻ ടെൻ്റ് അടിച്ചിട്ടോ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ സേഫായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടെൻ്റാണിത്. ഞാൻ മുമ്പ് യാത്രയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത സിംഗിൾ യൂസിന് പറ്റിയ ഒരു ടെൻ്റാണ്. ഈ ടെൻറ്റിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ട്രാവൽ ബാഗ്, വാട്ടർ ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ, സ്റ്റിക്ക്, താക്കോല്, അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനൊരു വലിയൊരു ബാഗിൽ കൊള്ളും എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ബാഗിലാക്കേണ്ട ആവശ്യമില്ല, കാരണം റൈഡിങ് ജാക്കറ്റൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതാണ്. അങ്ങനെയുള്ള 1-2 സാധനങ്ങൾ നമ്മളെടുക്കും. പിന്നെ കുറച്ച് അത്യാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഈ ചെറിയൊരു ബാഗിലാക്കണം, അങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്. അല്ലാത്തത് മെയിൻ ബാഗ് കെട്ടിയിട്ട് വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം, കെട്ടി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി ഇതിൽ പെടാത്തത് ഇപ്പോൾ നമുക്ക് തോർത്ത് കുളിക്കണ സോപ്പ് അതൊക്കെ ഉണ്ട്. കുളിക്കലൊക്കെ പറ്റുകയാണോ? അപ്പോൾ അതൊക്കെ വേറെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പോകാൻ നേരത്ത് ഇതിലിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെയാണ് ഞാൻ യാത്ര പുറപ്പെടാമെന്ന് വിചാരിക്കുന്നത്. നാളെ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. എത്ര ദിവസം കൊണ്ട് എത്തുന്നുള്ള ഒരു വലിയൊരു പ്ലാനൊന്നും ആയിട്ടില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടി, ബാക്കി ഇങ്ങനെ ആ ഒരു മൂവിങ് അനുസരിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏകദേശം ഒരു 3500 കിലോമീറ്ററോളം ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ അതിനനുസരിച്ചുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. ഏകദേശം ഒരു പ്ലാനൊക്കെ കിട്ടുന്നത്, ഏകദേശം ഒരു പ്ലാനൊക്കെ ഉണ്ട്, അതുണ്ടായിരിക്കണം. നമ്മളിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചൊരു പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പ്ലാന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ലഗേജ്. എന്താ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ബൈക്കിൽ ലഗേജ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധനമൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റാണ് ബൈക്ക്. അതിൽ പിന്നെ മൊബൈൽ ഹോൾഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ
ഇതൊക്കെ ഇനി അപ്പോൾ ഇതൊക്കെ ഇനി ഒരു ബാഗിലാക്കി സെറ്റ് ചെയ്യണം. ബാക്കി യാത്ര നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ മുതലാണ് കേരള ടു ലഡാക്കിൻ്റെ വീഡിയോസൊക്കെ വരിക. അപ്പോൾ മറ്റുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ നമുക്കതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നാളെ കാണാം.